ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2026 എല്ലാ അനുഗ്രഹങ്ങളും മംഗളാശംസകളും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും ഈ ഒരു മുഴുവൻ വർഷവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പുതുവത്സരം കർത്താവ് നമുക്ക് ദാനമായി നൽകി. കഴിഞ്ഞ വർഷം കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായി. ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. ഒത്തിരി തെറ്റുകൾ നാം ചെയ്തു. ആ തെറ്റുകൾ തിരുത്താനും ആവർത്തിക്കപ്പെടാതിരിക്കാനും തിരുത്തി നല്ലൊരു ജീവിതത്തിനും വീണ്ടും നമുക്ക് ഒരു പുതിയ വർഷം ദൈവം തന്നിരിക്കുന്നു. നമ്മുടെ കുറവുകളെ, കഴിഞ്ഞ കാലത്തെ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ കർത്താവ് വീണ്ടും ഒരവസരം കൂടി നൽകി. കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ, കഴിഞ്ഞ കാലത്തിലെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ തിരുത്താൻ, കഴിഞ്ഞ കാലത്തിൽ നാം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ വീണ്ടും ഉപയോഗപ്രദമാക്കാൻ വീണ്ടും ഒരു പുതിയ വർഷം കർത്താവ് ദാനമായി നൽകി. ഈ ദാനത്തെ എങ്ങനെയാണ് നാം സ്വീകരിക്കുന്നത്? അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ പുതിയ വർഷത്തെ സ്വീകരിക്കാം. കർത്താവേ, ഒരു നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാം നവീകരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കുണ്ടായ നഷ്ടങ്ങളെ, കോട്ടങ്ങളെ, ബുദ്ധിമുട്ടുകളെ, അപമാനങ്ങളെ എല്ലാം നമ്മുടെ കീർത്തിക്കും മഹത്വത്തിനും വേണ്ടി ആക്കി തീർക്കാൻ വീണ്ടും പുതിയ അവസരവുമായിയാണ് ഈ പുതുവർഷം എത്തിയിരിക്കുന്നത്. ഈ പുതുവർഷം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക, നമ്മെ തന്നെ ശൂന്യമാക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ശൂന്യമാക്കി എളിമപ്പെടുത്തി ദൈവത്തിന് സമർപ്പിക്കുക. അനുതാപമുള്ള ഹൃദയത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുതുവർഷം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ എളിമയുള്ള ഒരു ഹൃദയത്തിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സകലതും നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിവുള്ളതാണ്. അതിനാൽ നമ്മുടെ കണ്ണുനീരൊപ്പാൻ, നമ്മുടെ വിഷമങ്ങളെ മാറ്റാൻ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വീണ്ടും ഒരു പുതിയ വർഷം നൽകി നമുക്ക് ആ വർഷം ജീവിക്കാൻ, ഈ ഒരു പുതിയ ദിവസം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ പുതുവത്സരം നമുക്ക് തുടങ്ങാം. വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 21 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ, സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും.
വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കൂടി, പുതുവർഷത്തിൽ ഒരു പ്രഭാതം കൂടി, ആദ്യത്തെ പ്രഭാതം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് ആയുസ്സും ആരോഗ്യവും നൽകി ഇന്നത്തെ ദിവസം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരവസരം കൂടി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ദാഹിക്കുന്നവന് നിന്റെ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, കഴിഞ്ഞ വർഷങ്ങളിലെ തെറ്റുകളെ തിരുത്തി, കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ള നഷ്ടങ്ങളെ മാറ്റി നേട്ടങ്ങളാക്കാൻ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ വീണ്ടും ഈ വർഷം ഉപയോഗപ്രദമാക്കാൻ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്ക് പറ്റിയ പരാജയങ്ങളെ ഈ വർഷം വിജയത്തിലെത്തിക്കുവാൻ, കർത്താവേ, എല്ലാ കുറവുകളെയും മാറ്റി തെറ്റുകൾ തിരുത്തി ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് സൗജന്യമായി ധാരാളമായി ഇന്ന് നൽകണമേ. കർത്താവേ, ഈ പുതുവർഷം ഞങ്ങൾ എടുത്തിരിക്കുന്ന ചില നല്ല തീരുമാനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഈ തീരുമാനങ്ങൾ ഈ വർഷാവസാനം വരെ പാലിക്കപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്തെന്നാൽ മനുഷ്യന് അത് സാധ്യമല്ല. മനുഷ്യരായ ഞങ്ങൾ അവിശ്വസ്തരാണ്. അതിനാൽ തന്നെ ഞങ്ങൾക്ക് വാക്കു പറഞ്ഞാൽ അത് പാലിക്കാൻ കഴിയുന്നില്ല. കർത്താവേ, എന്നാൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ ഞാൻ ആഴമേറിയ വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെടുത്ത പുതിയ തീരുമാനങ്ങളെ, നല്ല തീരുമാനങ്ങളെ അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ, അങ്ങനെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി ഇന്ന് നൽകണമേ. ഈ വർഷം മുഴുവനും നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം, ജീവൻ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പ്രാരാബ്ധങ്ങൾ, ഞങ്ങളുടെ ജീവിത അന്തസ്സ്, ജീവിത പ്രശ്നങ്ങളെ, ജോലി പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ഞങ്ങളുടെ ബന്ധത്തിലുണ്ടായ തകർച്ചകൾ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള അരക്ഷിതാവസ്ഥ, കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ, ഐശ്വര്യം, സ്നേഹം, ഐക്യത, ഇവയെല്ലാം നേടിയെടുക്കുന്നതിന് കർത്താവേ, പുതിയ ജീവിതം തുടങ്ങാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നതിനാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഈ വർഷം മുഴുവൻ സകല നല്ല കാര്യങ്ങളും ചെയ്യാൻ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയോടെ മനോഹരമായി ചെയ്തു തീർക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ, കർത്താവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്ത് ഈ പുതുവർഷം പുതിയതായി എല്ലാം നവീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ മിഴികളിൽ നിന്ന് കണ്ണുനീരൊപ്പിയെടുക്കുന്ന കർത്താവേ, ഈ പുതുവർഷത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ. ഇതുവരെ ഞങ്ങൾക്ക് സാധിക്കാതെ പോയ ചില ലക്ഷ്യങ്ങളെ സാധിച്ചെടുക്കുന്നതിന് ഈ പുതുവർഷത്തിൽ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി, ജ്ഞാനം നൽകി, അറിവ് നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അബദ്ധങ്ങളെ എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞ വർഷങ്ങളിൽ വരെ ഞങ്ങൾ ആവർത്തിക്കപ്പെട്ട തെറ്റുകളെ തിരുത്തി ജീവിക്കുവാൻ ഒരു പുതിയ അവസരമായി കണ്ട്, പരാജയങ്ങളെ വിജയത്തിലെത്തിക്കാനുള്ള ഒരു അവസരമായി കണ്ട്, കർത്താവേ, ഈ വർഷം ഓരോ സെക്കൻഡും ഞങ്ങൾ ഉപയോഗപ്രദമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ കാരുണ്യവും വിശ്വസ്തതയും നീതിയും ഞങ്ങളിലേക്ക് അയച്ച് ഈ പുതുവർഷം മനോഹരമാക്കാൻ, എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും
ഉള്ള ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പരാതിയില്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ ഈ വർഷം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ അത് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം നൽകി ആ തെറ്റിൽ നിന്ന് വിമുക്തമാകാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വീഴ്ചകളെ മാറ്റി നിർത്തി ഈ ഒരു പുതിയ വർഷം എല്ലാം നന്മയ്ക്കായി, ഉയർച്ചയ്ക്കായി നീ ഞങ്ങളെ ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ ദൈവാനുഗ്രഹങ്ങളെ ഈ വർഷം നഷ്ടപ്പെടുത്താതിരിക്കാൻ കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുതാപത്തിൻ്റെ ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ലോകം വിട്ട് നിന്നിലേക്ക് പൂർണ്ണമായി തിരിയാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ ദൈവമേ, നീ വിശ്വസ്തനാണ്. അവിശ്വസ്തതയുടെ ലോകത്തിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തണമേ. നിന്നിലേക്ക് ഞങ്ങൾ കൂടുതലായി ഒന്നാകാൻ, നിന്നിൽ ഞങ്ങൾ വസിക്കാൻ കർത്താവേ, അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഫലപ്രദമാകാൻ ഈ പുതുവർഷത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് അനുതാപമുള്ള ഒരു ഹൃദയം നൽകി, നിർമ്മലമായ പരിശുദ്ധിയുടെ ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൻ്റെ എല്ലാ ദുഷ്ടതയിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചിക പീഠകളിൽ നിന്നും, സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഈ വർഷം ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം നടപ്പിലാകാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. അമ്മയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളായിരിക്കാൻ ഈ ഒരു പുതുവർഷം മുഴുവനും ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ മാതൃവാത്സല്യം നൽകി ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം, ഈ പുതുവർഷം മുഴുവനും അവിടുത്തെ സമൃദ്ധിയാൽ, അവിടുത്തെ സമ്പന്നതയാൽ നമ്മെ നിറയ്ക്കട്ടെ. അവിടുത്തെ കൃപാവരങ്ങളാൽ നമ്മെ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പുതുവർഷം മുഴുവനും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന കഴിയുന്നത്ര മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും.
ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.